സെയിലേഴ്സ് അസോസിയേഷൻ വല്ലച്ചിറ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിത റോയ് ഉദ്ഘാടനം ചെയ്തു. ഇത് കഴിഞ്ഞ് ബാങ്ക് പണിയെടുപ്പ് ഒപ്പിക്കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ അക്കൗണ്ട് നമ്പർ തെളിഞ്ഞിട്ടുണ്ടോ? അക്കൗണ്ട് നമ്പർ തെളിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേകത എന്താണ്? അതൊന്ന് കൈകൊണ്ട് പേന കൊണ്ടൊന്ന് തെളിയിപ്പിക്കുക. പേന കൊണ്ട് തെളിയിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ക്ഷേമനിധിയിലേക്ക് ആനുകൂല്യത്തിന് വെക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന് കോപ്പി പേന കൊണ്ട് നമ്മൾ കൈ കൊണ്ട് എഴുതാൻ പാടില്ല. അത് IFSC കോഡ് തെളിഞ്ഞിട്ടുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? ബാങ്കിൽ പോയിട്ട് അതിൻ്റെ പിടിത്തര പെട്ടെന്ന് എടുത്തു തരും. ഇത്രയും കാര്യം കഴിഞ്ഞ് ഒരു 100 രൂപയുടെ സാക്ഷ്യപത്രം കൂടി വെച്ച് കഴിഞ്ഞാൽ അപേക്ഷ ഫോം റെഡി. ഇത് തന്നെയാണ് ഉന്നത ക്യാഷ് അവാർഡിന് ഈ സെറ്റ് വെക്കുക. അതിന് രണ്ടും 2 സെറ്റ്. ഇത് കഴിഞ്ഞ് ഈ കുട്ടി +1 കഴിഞ്ഞ് +2ലേക്ക് കയറുമ്പോൾ ചിലർ പറയുന്നുണ്ട് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് +1ലേക്ക് മാർക്ക് കുറവാണ്. +1ൽ മാർക്ക് കുറവാണ്. കാരണം നിസ്സാര മാർക്കുള്ളൂ, 15 12 0 അത് കാരണം +2ലേക്ക് ഞാൻ വെക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വെക്കുക. എന്താ കാരണം? +2ലേക്ക് വെക്കുമ്പോൾ SSLC ബുക്കിൻ്റെ സർട്ടിഫിക്കറ്റാണ് വെക്കുന്നത്. SSLCയുടെ മാർക്ക് ലിസ്റ്റാണ് വെക്കുന്നത്. അതിന് +1ൽ വെക്കണ്ട. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നമ്പർമാർക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേ സെറ്റുകൾ തന്നെ +2ലേക്ക് കുട്ടികൾ ചേർന്ന് കഴിഞ്ഞാൽ വിതിൻ 90 അതായത് 90 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷ കൊടുക്കണം. ഈ രേഖകളൊക്കെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ രേഖകളെല്ലാം വെച്ചുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് പ്രജിത അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി അനിത പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സ്മിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറിയും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജോസഫോൻ, പഴയകാല പ്രവർത്തകരായ സരസ, വാസന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജയശ്രീ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ, യൂണിറ്റ് പ്രതിനിധികൾ സുരേന്ദ്രൻ, ഷൈനി, രമണി എന്നിവർ സംസാരിച്ചു. കൺവെൻഷനിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രമേയങ്ങൾ അവതരിപ്പിച്ചു.